വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 6ാമത്തെ ചാപ്റ്റർ അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്ന പാഠം. ഇതിൻ്റെ ഒരു പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അഥവാ അത് കിട്ടാത്തവർക്കാണെങ്കിൽ ആ പഠിപ്പിച്ചത്രയും ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് ഓടിച്ചിട്ടൊന്ന് പറയാം കേട്ടോ. നോക്കൂ നിങ്ങളെ, ഇവിടെ 3 ആനയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് 3 രീതിയിലാണ്. ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇതൊരു ചെറിയ ഒരെണ്ണം, ഇച്ചിരൂടെ വലുത്, ഇച്ചിരൂടെ വലുത്. എന്നാൽ 4ാമത്തെ നോക്കിക്കേ, എന്താ ഇതിൻ്റെ പ്രത്യേകം നോക്കണം. ഇതിനെക്കുറിച്ചൊക്കെ ഈ റേഷ്യോയിലാണ്. നമ്മൾ ഈ ഫോണിൽ ഫോട്ടോ എടുക്കത്തില്ലേ, അത് തന്നെ ഓരോ നമ്മൾ പറയും 1080 പിന്നെ 1080 720 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എടുക്കുമെന്ന് പറയത്തില്ലേ. അപ്പോൾ അതുപോലെ ഇതിൽ നോക്കിക്കേ, ഒരു ചെറുത്, അതിൽ വലുത്. ഇത് നോക്കിക്കേ, ഇത് സമചതുരമാണ്. സമചതുരം എന്ന് വെച്ചാൽ സ്ക്വയറാണ്. 4 വശവും ഒരുപോലെ ഇരിക്കുന്നതാണ്. ഈ പടം ഞാൻ എളുപ്പം ഒന്ന് വായിക്കാം. ഇത് ആദ്യം കണ്ട ചിത്രം പോലെയാണോ നോക്കി, ഇത് 3 പോലെയാണോ ഇതെന്ന്. ആദ്യത്തെ 3 ചിത്രങ്ങളും സമചതുരം അല്ലല്ലോ. ഇവിടെ നീളം കൂടുതലും വീതി ഇവിടെ അല്ലെങ്കിൽ വീതി എങ്കില്ലെങ്കിൽ ഹൈറ്റ്, പൊക്കം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. വീതി എന്നോ ഹൈറ്റ് എന്നോ. പൊക്കം രണ്ടും 2 രീതിയിലാണ്. നീളവും വീതി അല്ലെങ്കിൽ ഹൈറ്റ് വ്യത്യസ്ത രീതിയിലാണ്. പക്ഷെ ഇത് നോക്കിക്കേ, നീളവും വീതിയും ഒരുപോലെയാണ് അല്ലേ. നീളം 3ാമത്തെ ചിത്രത്തിനും ഒപ്പമാണ്. ഉയരം വേണ്ടതിലധികമായിട്ട്, അതായത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് കുറെ കാര്യമായിട്ട് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അല്ല അതിനകത്ത് ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ടൊന്നും കുഞ്ഞുങ്ങളെ. അപ്പോൾ നോക്കിയേ, ഇനി അതെങ്ങനെ നമ്മൾ റേഷ്യോയിൽ എഴുതുമെന്നാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യത്തേതിൽ 3 പിക്ചറായിരുന്നു അല്ലേ. പിന്നെ ഒരെണ്ണം കൂടെ തന്നു 4. ഇപ്പം ഇതിനെ നമ്മൾ റേഷ്യോയിൽ എങ്ങനെ പറയും? 3:4 എന്നാണ് പറയുന്നതെന്ന്. 3:4. 3ന് 4 എന്നതിന് ചുരുക്കി എഴുതുന്നത് 3:, ഈ 2 കുത്തിടുന്നതിന് പറയുന്നതാണ് ഈസ്റ്റു കേട്ടോ. റേഷ്യോ നമ്മൾ പറയത്തില്ല, അംശബന്ധം എന്നാണ്. അപ്പോൾ മുകളിൽ എഴുതിയത് അല്പം ചുരുക്കാം. ആദ്യത്തെ 3 സമചതുരങ്ങളിലും ഉയരവും നീളവും 3:4 എന്ന അംശബന്ധത്തിലാണ്. പല സ്മാർട്ട് ഫോണുകളുടെ ക്യാമറകളിലും ചിത്രത്തിന്റെ ഉയരവും നീളവും തമ്മിലുള്ള അംശബന്ധം 3 തരത്തിൽ നമുക്ക് മാറ്റാവുന്നതാണ്. അതായത് ഇപ്പോൾ കണ്ടത് 3:4 എന്ന അംശബന്ധം തന്നെ നമുക്ക് എന്താണ്, ഈ 3യുടെ ഇരട്ടി എത്രയാണ്? 9 കേട്ടോ. 3ന്റെ സ്ക്വയർ എത്ര? 9. 4ന്റെ സ്ക്വയർ എത്ര? 16. അപ്പൊ നമുക്ക് 9:16 9:16 എന്ന അംശബന്ധത്തിലും എടുക്കാവുന്ന എന്ന് വെച്ചാൽ ഇതിന്റെ ഇരട്ടി. 3ന്റെ സ്ക്വയർ എത്ര? 3 × 3 9. 4ന്റെ സ്ക്വയർ 4 × 4 16 എന്ന അംശബന്ധത്തിലും എടുക്കാവുന്നത്. അതൊക്കെ വലിയ ഇതായിട്ടൊന്നും പഠിക്കുകയല്ലോ കുഞ്ഞുങ്ങളെ. അതായത് നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരുടെയും കൈ ഫോൺ ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ അറിയാമായിരിക്കും അല്ലേ. ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ വിട്ടത്. എന്നാൽ 3ാമത്തേത് നോക്കി, ഇവിടെ താഴെ 3 പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്നായി പറയുന്നത് നോക്കിക്കട്ടെ. 3:4 എന്ന റേഷ്യോയിലാണ് ഈ പിക്ചർ കൊടുത്തിരിക്കുന്നത്. എന്നാൽ അതേ പടം തന്നെ കുറച്ചും കൂടെ അവരതിനെ അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് വലിച്ചു നീട്ടത്തില്ലേ, അതിനെ 9:16 9:16 എന്നുള്ള റേഷ്യോയിലാണ് ആ പടം. എന്ന് വെച്ചാൽ ഇതിനെ കുറച്ചും കൂടി അങ്ങ് എക്സ്പാൻഡ് ആക്കി. എന്നാൽ ഇത് നോക്കിയേ, 1:1 എന്ന് വെച്ചാൽ അതൊരു സമചതുരം പോലെ ആക്കിയെന്ന്, ഒരു സ്ക്വയർ പോലെ ആ പടത്തിനെ ആക്കിയത്. അതാണ് ഈ പിക്ചറിന്റെ വ്യത്യാസം. നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് വലുതായിട്ടൊന്നുമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കയറാം. നോക്കൂ നിങ്ങളെ, ഫസ്റ്റിൽ നമുക്ക് നോക്കിക്കേ. അപ്പം നമുക്ക് ആദ്യമേ ടെസ്റ്റിനകത്തിൽ എന്താണെന്ന് നമുക്ക് പഠിക്കാം. എന്നിട്ട് നോക്കിക്കേ, അതായത് റേഷ്യോ അംശബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്താണെന്നറിയോ, ഒരു 2 എണ്ണം തരും, 2 ഒബ്ജക്റ്റുകൾ തരും. അപ്പോൾ അത് തങ്ങളിൽ താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ റേഷ്യോ എഴുതുന്നത് കേട്ടോ. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇത് ഇന്നലെ പറഞ്ഞാണ്. 20 രൂപയുണ്ട്, 50 രൂപയുണ്ട്. എപ്പോഴും കമ്പാരിസൺ നടത്തിയതിന് ശേഷമാണ്, എന്ന് വെച്ചാൽ താരതമ്യം ചെയ്യുക. അതുപോലെ തന്നെ 2 ഒരേപോലെ ആയിരിക്കണമെന്നും പറയുന്നുണ്ട്. അത് യൂണിറ്റ് അളവും ഇതുപോലെ. ഇപ്പം നോക്കിയാൽ ഇത് റുപ്പീസിലാണ്, ഇതും റുപ്പീസിലാണ്. അപ്പം നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും അല്ലേ. അതേപോലെ ഒന്ന് റുപ്പീസിലും ഒന്ന് പൈസയിലും ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഒന്നുകിൽ 2നെയും പൈസയാക്കി മാറ്റുക, അതല്ലെങ്കിൽ 2നെയും റുപ്പീസാക്കി മാറ്റുക. ഇത്രയേ ഉള്ളൂ കുഞ്ഞില്ല കേട്ടോ. ഇതൊന്ന് ഭയങ്കര പാടാണെന്നൊന്നും വിചാരിക്കട്ടെ, എളുപ്പമാക്കി ഞാൻ തരാം കേട്ടോ. ഇപ്പം ശരിയാക്കി തരാം. നോക്കിയാൽ കുഞ്ഞില്ല, ഇവിടെ 2 റുപ്പീസിലാണ്. അപ്പോൾ എളുപ്പമാണ്. ഇത് റുപ്പീസ് 20 ഇത് റുപ്പീസ് 50. അപ്പോൾ 20 50 എന്നുള്ളതാണ് നമ്മുടെ റുപ്പീസ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അതിനെ എന്താക്കാന്? റേഷ്യോ അംശബന്ധത്തിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ റേഷ്യോ. ഈ റേഷ്യോ എന്ന് പറയുന്നത് 2 കുത്തിടുന്നതിന് ഈസ്റ്റു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ 20ഉം 50ഉം ആയതുകൊണ്ട് നമ്മൾ അതിനെ ഈ 20ലും 50ലും ഓരോ 0 കിടപ്പുണ്ടല്ലേ. അപ്പം നമ്മൾ അതിനെ അങ്ങ് വെട്ടിക്കളയുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എടുത്ത് ചാടി കയറി വെട്ടിക്കളയല്ലേ. ഇത് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. 20 50 എന്ന് പറയുന്ന റുപ്പീസാണ്. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഈ 0 കട്ട് ചെയ്താൽ 2:5 എന്നായി. ഇനി നമുക്ക് അതിനെ വെട്ടാൻ പറ്റത്തില്ല. ഈ വെട്ടുക എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഒരേ ടേബിളിൽ വന്ന് വെട്ടണം. ഇവിടെ നോക്കി 20ഉം 50ഉം എന്ന് പറഞ്ഞാൽ നമുക്ക് 10ന്റെ ടേബിളിൽ പറ്റും അല്ലേ. 10 × 10 20ഉം 10 × 5 അല്ലേ, 10 × 2 20ഉം 10 × 5 50ഉമാണ്.
മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഏതാണ്ട് ഇവിടെ ഞാനത് ഇവിടെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ 2, 5 എങ്ങനെ വന്നതാണെന്ന് ഡൗട്ടുണ്ടോ? അതായത് 20ഉം 50ഉം എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് 0നെ 2നെയും കട്ട് ചെയ്താൽ 2:5 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി അതിലും ഡൗട്ടുള്ളവർ ഇതിൽ രണ്ടിലും പൊതുവായിട്ട് നമുക്ക് അറിയാവുന്ന ടേബിൾ വരുന്നുണ്ടോ? ഉണ്ട്. ഏതിൻ്റെയും ലാസ്റ്റ് 0 വന്നാൽ 10ൻ്റെ ടേബിൾ പറ്റത്തില്ലേ? അപ്പോൾ എന്താ 20 എന്ന് വെച്ചാൽ എന്താ 10 × 2 ആണ് അല്ലേ? 10 × 2. 50ഓ 10 × 5 ആണ്. അപ്പോൾ ആ വന്ന് 2:5. ആദ്യം നിങ്ങൾക്ക് ഒരു ഇച്ചിരി പ്രയാസമാണെങ്കിലും കുറേ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കൂ, ഞാൻ അടുത്ത ₹500ഉം ₹600. നോക്കിക്കേ, മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഇതിൽ രണ്ടിലും ഈ 2 പൂജ്യങ്ങൾ കിടപ്പുണ്ട് അല്ലേ? അപ്പം നമ്മൾ അതിനെ എന്താ ആദ്യത്തെ 2ഉം പിന്നെ ഇപ്പം ഇതിൽ എത്ര 0ആണോ വെട്ടുന്നത് അത്രയും ഇതിലും വെട്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ 2 വെട്ടി, ഇതിലും 2 വെട്ടി, ബാക്കി എന്നോട് 5:6. ഇതിനെ ഇനിയും വെട്ടാൻ പറ്റത്തില്ല. പറ്റുമോ? 5ഉം 6ഉം പറ്റുമോ ഞങ്ങളെ? 5 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ. അതിനെ വീണ്ടും നമുക്ക് വെട്ടാൻ പറ്റത്തില്ല. 5 എന്ന് വെച്ചാൽ ഒരു 5 എന്നേ പറയാൻ പറ്റൂ, വേറെ നമുക്ക് എടുക്കാൻ പറ്റില്ല. 6 പക്ഷേ പറ്റും, പക്ഷേ രണ്ടും ഒരേ ടേബിളിൽ എടുക്കണം. അതുകൊണ്ട് അത് 5/6 എന്ന് വേണമെങ്കിലും പറയാം. ഇവിടെ നമുക്ക് 2:5 എന്നുള്ളതിനെ 2/5 എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതായത് തന്നിരിക്കുന്ന റേഷ്യോയെ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞിപ്പോൾ 1000 അല്ലെങ്കിൽ 10, 40 എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇതിനെ ഏറ്റവും ചെറുതാക്കി എഴുതുന്നതിനെയാണ് സത്യത്തിൽ റേഷ്യോ എന്ന് പറയുന്നത്. എത്രത്തോളം നമുക്ക് ചെറുതാക്കി എഴുതാവോ അത്രത്തോളം ചെറുതാക്കി എഴുതുന്നതിന് എന്തോ നിങ്ങളെ റേഷ്യോ. ഇപ്പോൾ 10നെ എന്താ നമുക്ക് 10ൻ്റെ പകുതി എടുക്കാം 5. 40ൻ്റെ പകുതി എത്ര? 20. ഇനി ഇതിനെ ആക്കാൻ പറ്റുമോ? ഏത് 5ഉം 20ഉം ഏതിൻ്റെ ടേബിളിൽ വരുമെന്ന് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് 10ൻ്റെ തന്നെ എടുക്കാം. എന്താ 10ൻ്റെ എടുത്താൽ എന്താ 1 10 10, 4 10 40 വേണേ അങ്ങനെ എഴുതാം. ഇത് 5 1 5 5 4 5 20 എങ്ങനെ പോയാലും 1:4 വരുമെന്ന് ഇപ്പോൾ പിടികിട്ടിയോ നിങ്ങളെ? അതായത് ഏറ്റവും ചെറുതാക്കി എഴുതുക എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. ഇനി ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ നീളം എന്താ 6 സെൻറ്റിമീറ്ററും ഇതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ മേപ്പോട്ട് ആയതുകൊണ്ട് ഹൈറ്റാണ്. ചിലതിൽ വിട്ടെന്നും ഹൈറ്റൊന്നും ഇപ്പോൾ എന്താണോ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തരുന്നത് അതങ്ങ് എഴുതിയാൽ മതി കേട്ടോ. ഇനി ഞാൻ ഹൈറ്റ് പറഞ്ഞുകൊണ്ട് അത് വിട്ടാന്ന് വെക്കണ്ട. എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അത് ഇവിടെ നോക്കി. ഇത് വിട്ട് അല്ലെ ഹൈറ്റ് ആയിക്കോട്ടെ. ഇവിടെ ചോദ്യത്തിൽ ഹൈറ്റാണ്. അപ്പം നീളം 6 സെൻറ്റിമീറ്റർ, ലെങ്ത് 6 സെൻറ്റിമീറ്ററും ഹൈറ്റ് 2 സെൻറ്റിമീറ്ററും ആയാൽ ഇതിനെ അംശബന്ധത്തിലോട്ട് മാറ്റുക. എന്ത് ചെയ്യുന്നത് നോക്കിയോ? ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നീളം എത്ര? 6 സെൻറ്റിമീറ്ററും ഹൈറ്റ് എത്ര? 2 സെൻറ്റിമീറ്റർ. 6ഉം 2 ഏതിൻ്റെ ടേബിളിൽ വരും? 2ൻ്റെ ടേബിളിൽ വരും അല്ലേ? എന്താ 3 × 2 ആണ് 6. 1 × 2 2 ആണ്. അപ്പോൾ 3:1 എന്ന് വരുമെന്ന് ഇപ്പോൾ പിടികിട്ടിയോ? അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ 6ഉം 2 ഏതിൻ്റെ ടേബിളിൽ വരുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ ആണോ നിങ്ങൾ? ഇതൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞതാ. കേൾക്കുന്നവർക്ക് ഇന്നലെ കണ്ടവർക്ക് ബോറടിക്കുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടെ കേട്ടാൽ കുഴപ്പമില്ല അല്ല, പഠിക്കാൻ വേണ്ടിയല്ലേ. അടുത്ത് നോക്കിക്കേ. 4.5 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ. ഇനി നിങ്ങൾക്ക് ഞാൻ ചെറിയ ക്ലൂ പറഞ്ഞു തരും. ആ ക്ലൂ വെച്ച് മാത്രം ചെയ്താൽ മതി, നമുക്ക് തെറ്റത്തില്ല കേട്ടോ. എപ്പം നമുക്ക് പോയിന്റിൻ്റെ ഒരു കണക്ക് തന്നാലും നിങ്ങൾ എന്ത് ചെയ്താൽ അറിയോ? അതിൻ്റെ ഇരട്ടി വെച്ച് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് തെറ്റത്തില്ല. മനസ്സിലായോ നിങ്ങളെ? എപ്പോൾ പോയിന്റ് വന്നു ഇപ്പോൾ 4.5 2.5 3.5 ഇങ്ങനെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഇരട്ടി. അതായത് നോക്കൂ നിങ്ങൾ ഇവിടെ നീളം 4.5 വന്നു. ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി അത് ഹൈറ്റ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് 1.5 തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലെങ്ത് 4.5 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി. ഇനി ഇരട്ടി കാണാൻ അറിയാവോ? ഇപ്പോൾ 2ൻ്റെ ഇരട്ടി എത്ര? 4. 10ൻ്റെ ഇരട്ടി എത്ര? 20. 2.5ൻ്റെ ഇരട്ടി എത്ര എന്ന് വെച്ചാൽ 0.5 എന്ന് വെച്ചാൽ അരയെന്നല്ലേ? 2.5യുടെ ഇരട്ടി എത്ര? 5. സംശയമുള്ളവർ മാറ്റിയിട്ട് ചെയ്യണം. ഇവിടെ നോക്കിയാൽ 4.5ൻ്റെ ഇരട്ടി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 9.0 ആണ്. പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്നത് നമുക്ക് എഴുതേണ്ടതില്ല. അപ്പോൾ 9 ആണ്. 1.5 അല്ലേ? 1.5 അധികം 1.5 3 ആണ്. അപ്പോൾ ഇവിടെ 9ഉം 3ഉം കിട്ടി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 9ഉം 3ഉം നമുക്ക് കുറച്ചുകൂടെ ചെറുതാക്കരുതോ? നമ്മുടെ റേഷ്യോ എന്ന് വെച്ചാൽ എന്താ? എത്രയും ചെറുതാക്കോ അത്രയും ചെറുതാക്കി എഴുതുക കറക്റ്റ് കുഞ്ഞുങ്ങളെ റേഷ്യോ എന്ന് വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ 9ഉം 3ഉം പറ്റുമല്ലോ. 3ൻ്റെ ടേബിളിൽ പറ്റുമല്ലേ? 3 3 9 ആണ്. 1 3 3 ആകുമ്പോൾ 3:1 എന്ന് കിട്ടിയില്ലേ? ഇനി എഴുതുമ്പം തിരിഞ്ഞു പോകരുത്. ലെങ്ത് എവിടെയാണോ എഴുതുന്നത് അതിന് തന്നെ നേരെ ലെങ്ത് എഴുതണം. ബ്രെഡ്ത്ത് അല്ലെ ഹൈറ്റ് നിങ്ങൾ എവിടെ എഴുതുന്നത് വെച്ചാൽ അതിൻ്റെ തന്നെ നേരെ എഴുതി വെക്കണം കേട്ടോ. നമ്മൾ എഴുതുന്ന ചിലപ്പോൾ ശരിയായിരിക്കും, തിരിഞ്ഞു പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങളെ. തിരിഞ്ഞു പോകല്ലേ ദൈവത്തെ ഓർത്ത്. ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്തിൻ്റെ തന്നെ താഴെ എഴുതുക. ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ഹൈറ്റ് തരികയാണെങ്കിൽ അത് അതിൻ്റെ തന്നെ താഴെ എഴുതണം, തിരിഞ്ഞു പോകരുത്. അപ്പം നമ്മളിവിടെ L ആണെങ്കിൽ 3:1 ആണ്. ഇനി നിങ്ങൾ തിരിച്ചാണ് B:L ആണെങ്കിൽ 1:3 എന്നും. അതായത് നേരെ തന്നെ എഴുതണം. ഇങ്ങനെ എഴുതാമെങ്കിലേ നേരെ വരും. അതിനാണ് ഞാൻ ഇങ്ങനെ എഴുതി കാണിക്കുന്നത് കേട്ടോ.
ഇങ്ങനെ എന്തുവാന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ലെങ്ത് 6 സെൻറ്റിമീറ്റർ ഉണ്ട്, ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ ഉണ്ട്. കണ്ടോ, ഞാൻ ഈ പറഞ്ഞ് മനസ്സിലായോ? ലെങ്ത് 6 സെൻറ്റിമീറ്ററും ഹൈറ്റ് 4 സെൻറ്റിമീറ്ററും. അപ്പോൾ ഇങ്ങനെ തന്നെ ഓർഡർ ചെയ്താൽ തെറ്റത്തില്ല എന്നാണ് പറഞ്ഞത്, മനസ്സിലായോ? അപ്പോൾ 6ഉം 4ഉമാണ് ഇവിടുത്തെ ആൾക്കാർ. 6ഉം 4ഉം കാണുമ്പോഴേ അറിയാം, അല്ലെ കേൾക്കുമ്പോഴേ അറിയാം നമുക്ക് എന്താ 2ൻ്റെ ടേബിളിൽ പറ്റും. 6 എന്താ 3 × 2 ആണ് 6. 4 എന്ന് വെച്ചാൽ 2 × 2 ആണ് 4. അപ്പോൾ 3:2. ഇപ്പോൾ പിടികിട്ടിയോ നിങ്ങളെ? അപ്പോൾ 3ഉം 2ഉം അല്ലേ? 3ഉം 2 എന്നാൽ 2:3 ആണ്. അപ്പോൾ 2ഉം 3ഉം എങ്ങനെ ചെയ്യും? ഇത് ടെസ്റ്റിലുണ്ടാവും നിങ്ങളെ 2ഉം 3ഉം. ഇവിടെ താഴെ ഒരെണ്ണം തന്നിട്ടുണ്ട് അല്ലേ? 2ൻ്റെയും 3യുടെയും റേഷ്യോ എങ്ങനെ എഴുതുന്നു? 2ൻ്റെയും 3യുടെയും 2ഉം 3 എന്ന് വെച്ചാൽ രണ്ടും ഒരു പ്രൈം നമ്പറാണ് അല്ലേ? രണ്ടും ഒറ്റ വെട്ട്. ഇതിനെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? ഇതിൻ്റെ ഇരട്ടി വെച്ച് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട 2:3 തന്നെയാണ് ഇതിൻ്റെ റേഷ്യോ എന്ന് പറയാം കേട്ടോ. ഇനി അടുത്ത നോക്കിക്കേ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. നോക്കുന്നില്ല, 30 ബോയ്സും ഉണ്ട് 50 ഗേൾസും ഉണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ. ഇന്നലെ ഞാൻ പറഞ്ഞാൽ എന്നാലും പെട്ടെന്ന് പറയാം. ഒരു ക്ലാസ്സിൽ അല്ലെ നിങ്ങളുടെ ക്ലാസ്സിൽ മൊത്തം 30 ബോയ്സും ഉണ്ട് 50 ഗേൾസും ഉണ്ട്. അതിൻ്റെ റേഷ്യോയിലോട്ട് മാറ്റാനാണ് പറഞ്ഞത്. എന്താ പറഞ്ഞാൽ അതിനെ റേഷ്യോയിലോട്ട് മാറ്റാൻ. അപ്പോൾ 30 ബോയ്സിൻ്റെ താഴെ തന്നെ ബോയ്സ് എഴുതണേ, ഗേൾസിൻ്റെ താഴെ തന്നെ ഗേൾസ് എഴുതുക. ഇവിടെ ഞാൻ പറഞ്ഞു ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 0 2 ഉണ്ടെങ്കിൽ അതിനെ ഓരോന്നിനെ കട്ട് ചെയ്യാം. 2 0 ഉണ്ടെങ്കിൽ 2നെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 0 ഉണ്ട്, ഓരോ 0 കട്ട് ചെയ്തു. ബാക്കി എത്ര? അതായത് 30 9 10ൻ്റെ ടേബിളിൽ 3 10 30, 5 10 50. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഇച്ചിരി സ്പീഡ് കൂട്ടിയടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഓൾറെഡി ലിങ്ക് ഇട്ടതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഫസ്റ്റ് ഒരു ലിങ്ക് ഇട്ടതുകൊണ്ടാവും നിങ്ങൾ കേട്ടോ. അതുകൊണ്ട് സ്പീഡിൽ പോകുന്നത് 3:5 വന്നത് സംശയമുണ്ടോ? അതായത് 30 50 0 കട്ട് ചെയ്താലും നമുക്ക് 3:5 കിട്ടും. അതല്ല 10ൻ്റെ ടേബിൾ ചെയ്താലും നമുക്ക് കിട്ടും, എങ്ങനെ ആയാലും കിട്ടും. ഇനി നിങ്ങളുടെ സ്കൂളിൽ 1500 ബോയ്സും 2000 ഗേൾസും ഉണ്ടെങ്കിലോ? ഇവിടെ നോക്കി 1500ന് 2 0 ഉണ്ട്, 2000ന് എത്ര 3 0 ഉണ്ട്. പക്ഷെ നമുക്കിവിടെ 2 എണ്ണേ വെട്ടിയുള്ളെങ്കിൽ ഇവിടെയും 2 എണ്ണേ വെട്ടാവൂ. ഇവിടെ 3 0 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെയും 3 0 വെട്ടാം. പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ എന്താ ഞങ്ങളെ ഇവിടെ 2 0 ഉള്ളൂ. അപ്പോൾ ഇവിടെയും 2 0 വെട്ടാം. അപ്പോൾ 15ഉം 20 ഉണ്ട് ബാക്കി വെട്ടാനുള്ള ആരൊക്കെയാ? 15ഉം 20 ഉണ്ട്. 15ഉം 20ഉം കാണുമ്പോഴേ അറിയാതാ 5ൻ്റെ ടേബിളിൽ പറ്റും അല്ലേ? 5ൻ്റെ എത്ര? 3 × 5 എത്ര? 15. 4 × 5 20. അപ്പോൾ എത്ര കിട്ടി നിങ്ങളെ? 3:4. ഓക്കെ ആണോ? ഇതറിയാമെങ്കിൽ ഇനിയുള്ള കണക്ക് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. നോക്കണേ, ഇനി നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി ഞാൻ പറയാം. നോക്കണേ, 1/2 = 3/2 എന്നൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. നോക്കിക്കേ, ഇത് നമ്മളെ എങ്ങനെ ഇത് ഒരിക്കലും എന്താവും നിങ്ങളെ ഡിവിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെ ഭാഗിക്കാൻ തരത്തില്ല ഡിവിഷൻ മെത്തേഡിൽ. അങ്ങനെ ഒരിക്കലും റേഷ്യോ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? റേഷ്യോ ഇത് പാകത്തിൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് റേഷ്യോ ചെയ്യാൻ പറ്റുന്നത്? അപ്പം നമ്മൾ അല്ലാതുള്ള നമ്പറിലോട്ട് മാറ്റണം അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മാറ്റണം. നോക്കിയാൽ ഡിനോമിനേറ്റർ ഒരുപോലെയാണെങ്കിൽ എന്താ, ഏതാണോ ഡിനോമിനേറ്റർ അത് വെച്ച് അങ്ങ് ചെയ്താൽ മതി. ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണെങ്കിൽ നമ്മൾ ആ LCM കണ്ടോ, അല്ലെങ്കിൽ ആ ഡിനോമിനേറ്റർ ഈ ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ എന്താ? ഛേദമാണ്. മലയാളം മീഡിയക്കാർക്ക് അംശവും ഛേദവും, മുകളിലത്തെ അംശവും താഴത്തെ ഛേദവുമാണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററാണ് താഴെ. അപ്പോൾ ആ ഡിനോമിനേറ്റർ എന്താ? ഇൻറ്റു. ഇപ്പോൾ 1/2 × 2, 3/2 × 2 അല്ലേ? അപ്പോൾ ഈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ കൊടുത്തേക്കുന്നത്, ഈ 2ഉം ഈ 2 വെട്ടിപ്പോയാൽ 1 ഉണ്ട്. ഇവിടെ ഈ 2ഉം ഈ 2 വെട്ടിപ്പോയാൽ 3 ഉണ്ട്. അപ്പോൾ 1:3. ഇത് ഇന്നലെ നല്ല രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ, അതുകൊണ്ട് ഇച്ചിരി സ്പീഡിൽ പോവാം. ഇവിടെ നോക്കിയേ, ഡിഫറൻറ്റ് ഡിനോമിനേറ്ററാണ്. മുമ്പ് ഞാൻ പറഞ്ഞു ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ 2ഉം കൂടെ ഇൻറ്റു ചെയ്യുക. അതായത് LCM കണ്ടു ചെയ്യാനൊക്കെ LCM എന്ന് പറഞ്ഞാൽ LCM എന്നൊന്നും നിങ്ങൾക്ക് ഇതിൽ പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നില്ലേ? 2 കൂടി ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ 6 വന്നു. കിട്ടിയ അതായത് ഇത് നല്ലപോലെ അറിയണം, കാരണം നമ്മുടെ വെയ്റ്റ് പ്രോബ്ലത്തിൽ ഇതേലെ കണക്കുകളാണ് കേട്ടോ. വെയ്റ്റ് പ്രോബ്ലത്തിൽ ഇങ്ങനെയുള്ള കണക്കുകളുണ്ട്. അതുകൊണ്ടാണ് 1/2 ഇൻറ്റു നമ്മൾ എത്ര കിട്ടി? 6. അപ്പോൾ 1/2 × 6, 1/3 × 6. അപ്പോൾ എത്ര കിട്ടി? ഈ 6-നകത്തിലും 2-നകത്തും 1 × 2 2, 6 എത്ര? 3 × 2 6. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 3 കിട്ടി. എവിടുത്തെ ഇത് 1 × 3 3, 2 × 3 6. അപ്പോൾ ഇവിടെ 2 കിട്ടി. അപ്പോൾ 3:2. ഇത് ഇന്നലെ ഞാൻ നല്ലതുപോലെ പറഞ്ഞു കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് ഇച്ചിരി സ്പീഡിൽ പോവുകയാണ് കേട്ടോ, ഒന്നും തോന്നല്ലേ. അഥവാ ഇത് ഇനിയും മനസ്സിലാവാത്തവർക്ക് ആ ഒന്നാമത്തെ പാർട്ട് ഒന്നെടുത്ത് കാണണേ. ഇവിടെ നോക്കിയാൽ ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ ആണ്. ഒന്നിൽ 2 ആണ്, ഒന്നിൽ 4 ആണ്. ഇതെന്തിനാണ് നിങ്ങളെ ഇപ്പോൾ പഠിപ്പിക്കുന്നതെന്നല്ലേ? നിങ്ങളുടെ വെയ്റ്റ് പ്രോബ്ലത്തിനകത്തിൽ ഇത് കിട്ടിയെങ്കിലേ ഇതെന്താണെന്ന് അറിഞ്ഞെങ്കിലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ 1/2
ഇവിടുത്തെ LCM എത്രയാണ്? 4 ആണ്. ഈ LCM കാണാൻ ഇപ്പോഴും അറിയാൻ വയ്യാത്തവരുണ്ടോ നിങ്ങളെ? തന്നിരിക്കുന്ന 2 കൂടി ഇൻറ്റു ചെയ്താൽ ഒന്ന് അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ദാണ്ട് ഇങ്ങനെ ചെയ്യാം. നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഒന്നുകിൽ 2 ഇൻറ്റു 4 8 വെച്ച് വേണമെങ്കിൽ ചെയ്യാം. അതല്ല ഇതിലെന്തുകൊണ്ട് പല രീതിയിലും ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്ക് ഇനി ഏത് മെത്തേഡാണ് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതായത് രണ്ടും ഡിനോമിനേറ്ററിനെയും ഒരുപോലെ ആക്കാൻ കേട്ടോ. അപ്പം നോക്കിയേ 2 4 അല്ലേ, 1 2 2 2 2 4 പിന്നെ 4ആണ്. അപ്പോൾ ഒരു വെട്ടേ പറ്റത്തുള്ളൂ. അപ്പം 1:2ഉം 1:3. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെയും, കാരണം നമുക്ക് ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണെങ്കിൽ ആ ഡിനോമിനേറ്ററിനെ സെയിം ആക്കാൻ നമ്മളിപ്പോൾ 4 എടുത്തു. ഇതിൽ നിങ്ങൾക്കൊന്നും അറിയാൻ വയ്യാത്തവർക്ക് ഈ വലിയ ഡിനോമിനേറ്റർ ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്താലും മതി കേട്ടോ. അതെല്ലാം ശരിയാവണമെന്നില്ല. എന്നാലും ഇവിടെ ഒക്കെ ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ ആണ്. അന്നേരം എന്താ 3 എടുക്കാഞ്ഞത് കേട്ടോ? അതെന്താ 2ഉം 3ഉം ഒരേ ടേബിളിൽ വരത്തില്ല കേട്ടോ. അപ്പോൾ 2 ഇൻറ്റു 3 കേട്ടോ. ഈ LCM എന്ന് വെച്ചാൽ പഠിക്കുന്നത് ഇച്ചിരി സമയം എടുത്ത് പഠിക്കേണ്ട. ഞാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ചാണ് ഞാനിത് എടുത്തത്. ഇതൊന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും നിങ്ങൾ കേട്ടോ. ഫസ്റ്റ് എന്ന് വെച്ചാൽ 2 ഒരേ ഡിനോമിനേറ്റർ ആയിരുന്നു. അപ്പം നമുക്ക് എന്താ ആ ഡിനോമിനേറ്റർ വെച്ചാണ് ഇത് ചെയ്തത്. രണ്ടാമത്തെ ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ ആണ്. 2ഉം പ്രൈം നമ്പർ എന്ന് വെച്ചാൽ 2ഉം വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമ്മൾ 2 ഇൻറ്റു 3 6 വെച്ചാണ് ഇത് ചെയ്തത്. ഇത് നോക്കിയേ 2 4 ഇത് രണ്ടും 2ൻ്റെ ടേബിളിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ 4 എന്താ 4 എടുത്താണ്ട് ഇങ്ങനെ ചെയ്യാനും പഠിക്കണം കേട്ടോ. അങ്ങനെ ചെയ്താൽ 2 ഇൻറ്റു 2 ഇത് എടുക്കത്തില്ല. ഇത് മാത്രം 2 ഇൻറ്റു 2 4 കേട്ടോ. അങ്ങനെ ചെയ്തപ്പോഴും 2:3 വന്നു. ഇനി ഇത് അഥവാ ഇത് ഒട്ടും അറിയാൻ വയ്യാത്തവർക്ക് ഞാൻ ഇതിൻ്റെ കണക്കെടുക്കുമ്പോൾ മനസ്സിലാവും. അതാണ്ട് ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ആ ബോക്സിൽ എഴുതിയെടുക്കണേ. 6 8 അപ്പോൾ എത്ര വന്നേ? 6ഉം 8ഉം 2ൻ്റെ ടേബിളിൽ വരത്തില്ലയോ നിങ്ങൾ? എത്ര? 3 2 6 4 2 8 കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു കോളത്തിൽ എഴുതിയിട്ടില്ലായിരുന്നു. അതായത് നിങ്ങളുടെ പുസ്തകം കാണിക്കാം. ഞാൻ ഇത് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അല്ല ഇങ്ങനൊരു ബോക്സ് കണ്ടോ. 6 8 ഇവിടെ എത്ര ആയിരിക്കും അംശം വന്നത്? 6ഉം 8ഉം 2ൻ്റെ ടേബിളിൽ പറ്റും അല്ലേ? 2ൻ്റെ ടേബിളിലാകുമ്പോൾ എത്ര ആവും നിങ്ങളെ? 3 2 6 ആണ്, 4 2 8 ആണ് കേട്ടോ. 3:2. അപ്പോൾ ഇവിടെ 3ഉം ഇവിടെ എത്ര തന്നിട്ടില്ല, പക്ഷേ ഇവിടെ 3:4 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര? 4 തന്നെയാണ് അല്ലേ? 3:4 അല്ലേ ഇവിടെ കൊടുത്തത്? അപ്പോൾ 3:4 തന്നെയാണ്. ഇനി ഇവിടെ ഒക്കെ 3/4 ഇവിടെ എത്ര? 1 ആണ് തന്നിരിക്കുന്നത് അല്ലേ? 1/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ചെയ്യാൻ അറിയോ? 3/4 ഇപ്പം നമ്മൾ മുമ്പ് ചെയ്തില്ലേ? അതായത് 3/4 ആണ് ഒരിടത്ത് 1 ആണ് തന്നിരിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യും നിങ്ങളെ? അതായത് ഇത് ഇവിടെ എന്താ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പം നമ്മൾ എന്താ ഇവിടെ നമ്മൾ എന്തുവാ 1 ഇട്ട് കൊടുക്കണം. കാരണം അതിൻ്റെ അടിയിലും നമ്മൾ ഏത് ചാപ്റ്ററിലാണ് അത് പഠിച്ചിട്ടുള്ള? അതിൻ്റെ അടിയിൽ റെസിപ്രോക്കലിലാണെന്ന് തോന്നുന്നു അല്ലേ? അതിൻ്റെ അടിയിലും എന്താ 1 എന്നുള്ള അർത്ഥം ഉണ്ടെന്ന് ഓർത്തോണം. അപ്പോൾ ഇവിടെ എന്താ ഇതിനെയും എന്താക്കണം? അതായത് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ഇതിനെ എന്താക്കണം കുഞ്ഞുങ്ങളെ? ഇവിടെയും നമ്മളെന്താ 4 ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് എന്താ 3/4ഉം ഇവിടെ എത്ര? 4/4ഉം കിട്ടി. അപ്പം നമുക്കിവിടെ എത്ര കിട്ടി? 3:4 ഒന്ന് കിട്ടി. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഡൗട്ട് വല്ലതും ഉണ്ടോ അതെങ്ങനെയാണ് വന്നതെന്ന്? അതായത് ഇതിന് സംശയമില്ലല്ലോ. 6ഉം 8ഉം 2ൻ്റെ ടേബിളിൽ വരുന്നുണ്ട് അല്ലേ? 3 2 6 ആണ്, 4 2 8 ആണ്. പിന്നെ ഇവിടെ 3 ഉണ്ട്. ഇവിടെ എത്ര നമുക്ക് തന്നില്ലേ? നമുക്കറിയാം. കാരണം 3:4 ഇവിടെ നമുക്ക് ആൻസറിൽ തന്നിട്ടുണ്ട്. ഇവിടെ 4 ആണ്. ഇവിടെ 3/4ഉം ഇവിടെ 1ഉം തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്രയാണെന്ന് എങ്ങനെയാണ് അറിയുന്നത്? ഇവിടെ ഡൗട്ട് ഉണ്ടോ? അതായത് ഇവിടെ 1 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അടിയിലും 1 ഉണ്ട്. നമ്മൾ നേരത്തെയുള്ള ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ 1/1 ആണ്, ഇവിടെ 4 ആണ്. അതായത് ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ ആയാൽ നമ്മൾ 2നെ ഒരുപോലെ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ എന്തിട്ട് കൊടുത്തു? ഇതിനെ 4 ആക്കാൻ വേണ്ടി 4 വെച്ച് ചെയ്തു. അപ്പോൾ എന്താ 1 ഇൻറ്റു 4 4 എന്താ ഇത് 4 അല്ലേ? അപ്പോൾ എത്ര കിട്ടി? 3/4ഉം 4/4 3:4 തന്നെ കിട്ടി. അതാ ഇവിടെ കിട്ടിയത്. മനസ്സിലായോ? ഇനി ഇവിടെ എത്രയെന്ന് അറിയത്തില്ല. ഇവിടെ 1 ഉണ്ട്. ഇവിടെ എത്ര? 3/4. ഇവിടെ നമുക്ക് മുകളിൽ അവർ ചെയ്ത് തന്നെ തന്നിട്ടുണ്ട്. എന്താ കണ്ടേ? ഇത് തന്നെയല്ലേ ഇതും. അപ്പോൾ എന്താ ഇവിടെ 3/4 തന്നെയാണ്. നിങ്ങൾ ആ പാറ്റേൺ ഒക്കെ ഫില്ല് ചെയ്യാൻ ചോദിക്കും കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി തലയ്ക്കകത്ത് ആൾതാമസം ഉള്ളവർക്ക് ഇത് എഴുതാവുന്ന കാര്യമുള്ളൂ അല്ലേ? കാരണം എന്താ തിരിച്ചു മറിച്ചുള്ള കാര്യങ്ങളല്ലേ? നോക്കി 6 15 6ഉം 15 ഏതിൻ്റെ ടേബിളാണ്? 3ൻ്റെ ടേബിളിൽ പറ്റും അല്ലേ? എത്ര? 3 എത്ര കുഞ്ഞുങ്ങളെ? 2 3 6 ആണ്. പിന്നോ 5 3 15 ആണ്. മനസ്സിലാവുന്നുണ്ടോ? 2/5 വന്നത് 6ഉം 15ഉം അല്ലേ? 6 എന്ന് പറയുന്നതും 15ഉം 3ൻ്റെ ടേബിളിലാണ് അല്ലയോ? എത്ര? 3 2 ആണ് 6 3 5 ആണ് 15. ഏതാണോ എടുക്കുന്നത് അത് ഒഴിവാക്കിയിട്ട് എത്രനെയാണോ കിട്ടിയതാണ് കേട്ടോ. ഇനി 2ഉം എന്താണെന്ന് അറിയത്തില്ല.
2:5 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് കൊച്ചു പിള്ളേരെ കൂട്ടം. അവിടെ ഇപ്പം നമുക്കറിയാം എന്താ അവിടെ 5 ആയിരിക്കുമെന്ന്. ഇനി 1 അല്ലേ, 1ൻ്റെ അവിടെ എന്തായിരിക്കും വരുന്നത്? ഇവിടെ 5 അല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഈ റെസിപ്രോക്കലൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ എന്താ 5/2 ആണ്. ഇവിടെ 1 ആണ്. അപ്പോൾ ഇവിടെ എന്താ 2 തന്നിട്ടുണ്ട് അല്ലേ. 2ഉം 5ഉം തന്നിട്ടുണ്ട്. നമുക്ക് റേഷ്യോ, അതായത് നമ്മളിപ്പം 2:5 എന്ന് എഴുതുന്നതിനെ 2/5 എന്ന് നമുക്ക് എഴുതാമെന്ന് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ? ഉണ്ടാവും നിങ്ങളെ, അത് ഓർത്തോണേ. 2:5 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 2/5. അപ്പോൾ ഇവിടെ എത്ര? 2/5 കേട്ടോ. ഒന്നും കൂടെ ഒന്ന് നോക്കി മനസ്സിലാക്കണേ. അതായത് നിങ്ങൾക്കത് നിങ്ങളുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടേ ടെസ്റ്റിലെ നോക്കണേ കുഞ്ഞുങ്ങളെ. അല്ലേ, ഉയരം ഒരു 3 സെൻറ്റിമീറ്ററും, മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഉയരം ഒരു 3 സെൻറ്റിമീറ്ററും നീളം ഒരു 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ എന്താ 3ഉം 4ഉം എന്ന് പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ? അതൊരു ഈ പ്രൈം എന്ന് വെച്ചാൽ എന്താ, ഒറ്റ വട്ടം മാത്രമേ നമുക്ക് അതിനെ ഇൻഡ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്താ അതിനെ വേറെ ഒരു ടേബിളിലും അത് പറ്റാത്തതുകൊണ്ട് 3:4 ആണ് അവിടുത്തെ റേഷ്യോ. എന്നാൽ 6, 8ഉം തന്നിട്ടുണ്ട്. 6ഉം 8ഉം എന്താ കുഞ്ഞുങ്ങളെ? 6ഉം 8ഉം 2ൻ്റെ ടേബിളിൽ പറ്റും അല്ലേ. എത്ര? 3, 2, 6, 4, 2, 8 കണ്ടോ. 3:4 കിട്ടി. ഇനി 1 മീറ്ററും 1.25 മീറ്ററും തന്നിട്ടുണ്ട്. നോക്കിക്കേ, 1 മീറ്ററും തന്നിട്ടുണ്ട്. 1 മീറ്ററും 1.25 1/3 ആണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ എന്തോത്തിലാണ് തന്നിരിക്കുന്നത്? മിക്സഡ് ഫ്രാക്ഷൻ. ഓർമ്മയുണ്ടോ? മിക്സഡ് ഫ്രാക്ഷൻ എന്തുവായിരുന്നു അതിൻ്റെ മലയാളം? എന്തേലും വേണ്ട. അപ്പോൾ എന്താ 1 മീറ്റർ എന്ന് പറയുന്നത് അതിനെ 1 മീറ്റർ ആക്കി തന്നെ എഴുതുക. ഇതിനെ എന്താ 1 3 3 3 1 4. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 4/3 എന്നും എഴുതുക. ഇതിന് സംശയമുണ്ടോ? നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? അതായത് താഴെ കിടക്കുന്നതിന് ഇൻഡ്യൂ ചെയ്തിട്ട് മേളിൽ കിടക്കുന്നത് കൂട്ടുക. ഇച്ചിരി സ്പീഡ് കൂടുതലുണ്ടോ കുഞ്ഞുങ്ങളെ? അത് 5-6 കണക്കും കൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഒരുപാട് സമയം എടുക്കാതിരിക്കാൻ വേണ്ടി സ്പീഡിൽ അങ്ങ് പറയുന്നതാണ് കേട്ടോ. കാരണം ഇതിലെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് നോക്കിയാൽ മതി. 1 മീറ്റർ എന്ന് നമ്മുടെ ചോദ്യത്തിലുണ്ട്. ഇതെല്ലാം ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇതെങ്ങനെ വന്നു എന്ന് അറിയണ്ടേ കുഞ്ഞുങ്ങളെ? ഇച്ചിരി ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവണ്ടേ. 1 മീറ്ററും 1/3. അപ്പോൾ ഈ ഇങ്ങനെ മിക്സർ ഫ്രാക്ഷനിൽ തന്നു കഴിഞ്ഞാലേ എന്ത് പറയുന്നതിനെ മറന്നുപോയി നിങ്ങൾ കേട്ടോ, പെട്ടെന്ന് എല്ലാം കൂടെ വേണ്ടേ. അപ്പോൾ 1 × 3 3 ആണ്. അതായത് താഴെ കിടക്കുന്നതിനെ ഇൻഡ്യൂ ചെയ്തിട്ട് മേളിൽ കിടക്കുന്നതിനെ കൂട്ടുക. 1 3 3 3 1 4. അപ്പോൾ 4നെ മേളിൽ എഴുതിയിട്ട് താഴെ എന്താണോ കിടക്കുന്നത് അത് അതുപോലെ എഴുതുക കേട്ടോ. അപ്പോൾ എന്താ 4/3. ഇനി നോക്കിക്കേ, ഇവിടെ എന്താ ഇത് ഭാഗിക്കാനുള്ള ഇവിടെ ഒന്നുമില്ല അല്ലേ. അപ്പോൾ പക്ഷേ ഇവിടെ എന്താ നമുക്ക് ഡിവിഷനിലാണ് തന്നിരിക്കുന്നത് അല്ലേ. നമ്മൾ അതിനെ എന്ത് ചെയ്യണമെന്നറിയോ? ഈ 1നെ താഴെ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ 1 2 3 ചെല്ലത്തില്ലേ, ഈ 2 3 4 അതിൻ്റെ എല്ലാ അർത്ഥം എന്താ? അതിൻ്റെ എല്ലാം താഴെ 1 ഉണ്ടെന്നാ. ഓർമ്മയുണ്ടോ? നമ്മളങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്. അത് ഓർത്തോണം കേട്ടോ. അപ്പോൾ ഇവിടെ 1ൻ്റെ അർത്ഥം 1/1. ഇതെന്താ 4/3 എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് ഇത്രയും നിങ്ങളെ ഒന്ന് നല്ലപോലെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഇത് ഇത്രയും ലാഗ് അടിക്കുന്നത്. സ്കൂൾ ടീച്ചർമാരൊക്കെ ഒറ്റയടിക്കങ്ങ് പറഞ്ഞു പോത്തേ ഉള്ളൂ കേട്ടോ. 1 മീറ്ററും ആവും. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, 1 മീറ്റർ നാച്ചുറൽ നമ്പർ അല്ലേ ഓൾ നമ്പർ തന്നിരിക്കുന്നത്. ഇതെന്താ മിക്സർ ഫ്രാക്ഷനിലുമാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് രണ്ടിനെ ഒരുപോലെ കൊണ്ടുവരണം. ഇവിടെ 4/3ക്ക് സംശയമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെടുത്തു? 1 ഇട്ട് കൊടുത്തു. ഇവിടെ നോക്കിയാൽ 1ഉം 3ഉമാണ് ഇവിടുത്തെ എന്ത് വന്നത്? LCM വന്നത് അല്ലേ, ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ. അപ്പം നമ്മൾ ഇതിനെ എന്താക്കണം? 3 ആക്കി കൊടുത്താൽ മതി. കാരണം അന്നേരം ഇത് 3 ആവത്തില്ലേ. അപ്പോൾ എത്ര? 1 × 3 3 3/3 4/3 എന്ന് വന്നു. അപ്പോൾ എന്താ അതിൻ്റെ ആൻസർ? എന്താ? 3:4 എന്ന് വരുമെന്ന്. അതായത് ഈ തന്നിരിക്കുന്നതിൻ്റെ എല്ലാം എന്താ റേഷ്യോ ഒരുപോലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പിടികിട്ടിയോ? തന്നിരിക്കുന്നതിൻ്റെ എല്ലാ റേഷ്യോ എന്താ നിങ്ങളെ? അതായത് ഇവിടെ പറയുന്നുണ്ട് ഇവയിലെല്ലാം നീളം ഉയരത്തിൻ്റെ 4/3 അല്ലേ മടങ്ങാണ്. അതായത് ഉയരം നീളത്തിൻ്റെ 3/4 ഭാഗമാണ്. അംശബന്ധത്തിൽ പറഞ്ഞാൽ ഉയരവും നീളവും 3:4 എന്ന അംശബന്ധത്തിലാണ് ആണല്ലോ. എല്ലാത്തിനെയും 3:4 3:4 3:4 3:4 എന്നാണല്ലോ. സംശയമില്ലല്ലോ. ഇനി നീളവും ഉയരവും 4:3 തിരിച്ച് ഉയരവും. ഇത് നിങ്ങൾക്ക് ഇവിടെ തെറ്റുമെന്ന് ഞാൻ പറഞ്ഞെന്താ പറയുക? നമ്മൾ ഉയരമാണ് ആദ്യം എഴുതുന്നത്, നീളമാണ് രണ്ടാമത് എഴുതുന്നെങ്കിൽ അത് അതുപോലെ തന്നെ 3:4 എന്ന് എഴുതണം. ചിലവർക്ക് അത് തിരിഞ്ഞു പോകുന്നതുകൊണ്ടാണ്. ഇനി നമ്മൾ തിരിച്ച് നീളവും ഉയരവുമായി എഴുതുന്നെങ്കിൽ 4:3 എന്ന് എഴുതണം. അത് ഞാൻ ആദ്യം മുതൽ പറയുന്നതാണ്.
അതാണ്. തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങളെ, ഇത് ഓർത്ത് വെച്ചേക്കണം. നമ്മൾ ഏതാണോ അതിന് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എപ്പോൾ ചെയ്യുമ്പോഴും അത് താഴോട്ട് ഓർഡറിൽ ചെയ്യാൻ പഠിപ്പിക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് തെറ്റത്തില്ലല്ലോ കേട്ടോ. ഓക്കെ ആണോ? അഥവാ ഒന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് ബാക്കിയടിച്ച് നോക്കണേ. കാരണം നമുക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസർ എടുക്കണ്ടേ. ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. കാരണം ഇതറിയാൻ വയ്യാതെ നമ്മളത് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ കുഞ്ഞുങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ ഈ എപ്പോഴും പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഓൾറെഡി നമ്മുടെ ടെസ്റ്റ് ചെയ്തിട്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റിലെ 87ാമത്തെ പേജ് എടുത്തിട്ട് അതിലെ എക്സസൈസ് ക്വസ്റ്റ്യൻ നോക്കിയേ. ചുവടെ പറഞ്ഞിരിക്കുന്ന കാണുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതായത് ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ ചതുരത്തിൻ്റെയും ഉയരവും നീളവും തമ്മിലുള്ള അംശബന്ധം കഴിയുന്നതും ചെറിയ എണ്ണൽ സംഖ്യകൾ ഉപയോഗിച്ച് എഴുതുക കേട്ടോ. ഇത് അതായത് എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? അതായത് ഇംഗ്ലീഷുകാർ റൈറ്റ് ഡൗൺ ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ടു വിഡ്ത്ത് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് റെക്ടാങ്കിൾസ് യൂസിങ് ദ സ്മാളസ്റ്റ് പോസിബിൾ നാച്ചുറൽ നമ്പേഴ്സ് കേട്ടോ. പേജ് നമ്പർ എത്ര കുഞ്ഞുങ്ങളെ? 87ാമത്തെ പേജിലെ നോക്കണേ. നോക്കിയേ, ഉയരം 8 സെൻറ്റിമീറ്റർ, നീളം 10 സെൻറ്റിമീറ്റർ. അപ്പോൾ 8ഉം 10ഉം തന്നാൽ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു 8ഉം 10ഉം ഒക്കെ വന്നാൽ നമുക്ക് 2ൻ്റെ ടേബിളിൽ പറ്റും. 8ൻ്റെ പകുതി 4, 10ൻ്റെ പകുതി 5, 4:5. ഉയരം 8 മീറ്റർ, നീളം 12. ഞാൻ പറഞ്ഞല്ലോ ഹൈറ്റും ലെങ്തും എന്താണോ നമ്മളോട് തന്നത് അത് കറക്റ്റായിട്ട് തന്നെ എഴുതണം. തിരിഞ്ഞു പോകരുത്. അതിനാണ് ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് നിങ്ങളെ കാണിച്ചത് കേട്ടോ. മിക്കവർക്കും തിരിയുന്നതുകൊണ്ടാണ് നിങ്ങളെ എടുത്തെടുത്ത് ഞാൻ പറയുന്നത്. അപ്പോൾ 8 നിങ്ങൾക്ക് ഈ ടേബിൾ അറിയാൻ വയ്യെങ്കിൽ പകുതി വെച്ച് അങ്ങ് ചെയ്താലും മതി കേട്ടോ. ഞാൻ അങ്ങനെ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. അതായത് 8ൻ്റെ പകുതി 4, 4ൻ്റെ പകുതി 2, അത് അത്രയേ ഒക്കത്തുള്ളൂ. 16ൻ്റെ പകുതി 6, 6ൻ്റെ പകുതി 3. അപ്പോൾ എന്ത് കിട്ടി? 2:3. ഓക്കെ ആണോ? ഇനിയും തെറ്റുമോ? നോക്കിയേ, ഉയരം 20 തന്നിട്ടുണ്ട്, നീളം 1 മീറ്ററും തന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങളെ, ഉയരം എന്ന് വെച്ചാൽ ഹൈറ്റ് 20 തന്നിട്ടുണ്ട്, നീളം 1 മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്റർ, 100 സെൻറ്റിമീറ്റർ. അത് ഓർത്തോണേ. ഇതൊക്കെ ഇന്നലെ പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ 100 അല്ലേ. 0 നമുക്ക് കട്ട് ചെയ്യാൻ പഠിപ്പിച്ചായിരുന്നു, അറിയാമല്ലോ. അപ്പോൾ എത്ര കിട്ടി? 2ഉം 10ഉം ഏതാ? ഹാഫ് അടിച്ച് വിട്ടാൽ മതി നിങ്ങളെ, അറിയത്തില്ലെങ്കിൽ ഹാഫ് കേട്ടോ. അപ്പോൾ എന്താ ഇതിപ്പം ഇവിടെ എന്താ 100ൻ്റെ 10 എഴുതി എന്തെന്നറിയാമോ? 10ൻ്റെ ടേബിൾ എടുത്തത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയത്തില്ലെങ്കിൽ പകുതി ഇപ്പോൾ 20ൻ്റെ പകുതി 10, 10ൻ്റെ പകുതി 5 അങ്ങനെ വെച്ച് ചെയ്താൽ മതി. 100, 50, 25 അങ്ങനെ. അപ്പോൾ ഒത്തിരി വരും. വലിയ സംഖ്യയൊക്കെ അങ്ങനെ അടിക്കുന്നത് ഇപ്പോൾ ഈ 10 വെച്ച് 0 കട്ട് ചെയ്ത് വിടുന്നതല്ല കേട്ടോ. അപ്പോൾ 1:5. സംശയമുണ്ടോ നിങ്ങളെ? സംശയം ഉണ്ടെന്ന് ഇനി നിങ്ങൾ പറയല്ലേ, കാരണം ഇതിൽ കൂടുതൽ. ഉയരം നോക്കിയേ, 40 സെൻറ്റിമീറ്റർ, നീളം 1 മീറ്റർ. ഉയരം 40ആണ്, നീളം 1 മീറ്റർ. 1 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും നമ്മൾ പറഞ്ഞായിരുന്നു എന്താ, യൂണിറ്റ് എപ്പോഴും ഒരുപോലെ കൊണ്ടുവരണം. അതാണ് ഈ റേഷ്യോയുടെ പ്രത്യേകത. എന്താ നിങ്ങളെ, യൂണിറ്റ് ഒരുപോലെ കൊണ്ടുവരണം. അതായത് ഇവിടെ നോക്കിയ സെൻറ്റിമീറ്റർ ആണ്, ഇത് സെൻറ്റിമീറ്റർ. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ മീറ്ററാണ്, മീറ്ററിനെ നമ്മൾ എന്താക്കി? സെൻറ്റിമീറ്റർ ആക്കി. അപ്പം 40ഉം 100 ഓരോ 0 കട്ട് ചെയ്തു. 4ഉം 10ഉം, 4ൻ്റെ പകുതി 2, 10ൻ്റെ പകുതി 5. പകുതി അടിച്ച് എഴുതാനെങ്കിലും അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഉയരം 1.5 സെൻറ്റിമീറ്റർ, നീളം ഇന്നലെ ഞാൻ ചെയ്തതില്ലേ, സോറി കുഞ്ഞുങ്ങളെ കേട്ടോ, ഇന്നലെ ഞാൻ ചെയ്തത് 2 മീറ്റർ എന്നാണ് ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് 200 വെച്ച് ചെയ്തത്. അപ്പോൾ ഇന്നലെ കണ്ടവരെ ഇന്ന് ബാക്കി കാണുന്നവരെ എഴുതോണ്ടായി കുഞ്ഞുങ്ങളെ കേട്ടോ. എന്താ മനസ്സിലായത്? അതായത് ഞാൻ 2 മീറ്റർ എന്ന് എഴുതിക്കൊണ്ട് ഇവിടെ 200 വെച്ചാണ് ചെയ്തത്. ഇല്ല, ക്വസ്റ്റ്യനിൽ 2 സെൻറ്റിമീറ്റർ തന്നെയായിരുന്നു. 1.5 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും തന്നെയായിരുന്നു കേട്ടോ. ഏതാ? ഉയരം, ഹൈറ്റും ലെങ്തും അല്ലേ. 1 ഞാൻ എപ്പോഴും പറഞ്ഞു 1 പോയിന്റ് വെച്ച് ഏത് കണക്ക് നിങ്ങൾ ചെയ്താലും ഞാൻ പറഞ്ഞ ആ ട്രിക്ക് ഉപയോഗിച്ചോണം. അതിൻ്റെ ഇരട്ടി 1.5, അതായത് 1.5 ഇരട്ടി 3ആണ്, 2ൻ്റെ ഇരട്ടി 4ആണ്. അപ്പോൾ നമുക്ക് 3:4 ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്യാൻ ചിലപ്പോൾ 1ഉം 2ഉം ഒക്കെ മാർക്ക് വരുമ്പോൾ എന്താ, നമുക്ക് എളുപ്പം മേടിക്കാവുന്ന ഒരു ചാപ്റ്റർ കേട്ടോ. അപ്പോൾ അറിയാവുന്നവർക്ക് ഇത് എളുപ്പമാവുന്നില്ല. ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യനിലോട്ട് കയറാം. ഇതിന് വരാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കിടന്ന് ചെയ്തത്. നോക്കിക്കേ, കാൽക്കുലേറ്റ് ദ റേഷ്യോ യൂസിങ് ദ സ്മാളസ്റ്റ് പോസിബിൾ നമ്പേഴ്സ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോബ്ലംസ്. ഇതുപോലെ ചുവടെ കൊടുത്തിരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്ത രീതിയിൽ തന്നെയുള്ള കണക്കുകളിൽ കഴിയുന്നതും ചെറിയ എണ്ണൽ സംഖ്യകൾ ഉപയോഗിച്ച് അംശബന്ധങ്ങൾ കണക്കാക്കുക. കാണുന്നുണ്ടോ നിങ്ങളെ? അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ആമിന ഹാസ് 105 rupees with her and Mercy has 175 rupees. What is the ratio of the smaller amount to the larger? ഞാൻ ഈ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടോ നിങ്ങൾ? കാരണം ഇംഗ്ലീഷിൽ വായിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് മലയാളം, അതായത് 2 സിലബസുകാർക്ക് 2 സിലബസിനും പഠിക്കാൻ തക്ക രീതിയിലാണ് ഞാൻ എഴുതി വെച്ചത്. നോക്കിയേ, ആമിനിയുടെ കയ്യിൽ 105 രൂപയും മേഴ്സിയുടെ കയ്യിൽ 175 രൂപയുമുണ്ട്. ചെറിയ തുകയും വലിയ തുകയും തമ്മിൽ
തമ്മിലുള്ള അംശബന്ധം കണക്കാക്കുക. കണ്ടോ നിങ്ങളെ? അപ്പോൾ ചോദ്യം മനസ്സിലായോ? ആമിനയുടെ അപ്പം നമുക്ക് എന്ത് വേർഡ് പ്രോബ്ലം, ഏതൊരു വേർഡ് പ്രോബ്ലം തന്നാലും നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ തന്നിരിക്കുന്ന സ്റ്റെപ്പ് അങ്ങ് പറക്കി എഴുതുക കേട്ടോ. അവിടെ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും, കേട്ടോ. കാരണം സ്റ്റെപ്പ് കറക്റ്റായിട്ട് എഴുതുന്നവർക്ക് മാർക്കുണ്ട് കേട്ടോ. ഇനി അതനുസരിച്ച് എഴുതണേ. അപ്പോൾ എമൗണ്ട് ഓഫ് ആമിന ഹാസ്, ആമിനയുടെ കയ്യിൽ എത്ര ഉണ്ട്? 105 രൂപ. എമൗണ്ട് മേഴ്സി ഹാസ് എന്ന് വെച്ചാൽ ഉണ്ട്, എത്ര ഉണ്ട് നിങ്ങളെ? 175. അതൊക്കെ ആണോ? അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ എഴുതി, ക്വസ്റ്റ്യനിലെ തന്നിരിക്കുന്നത് എഴുതി. ഇനി നമുക്ക് ഇവിടെ എന്താ പറഞ്ഞത്? ചെറിയ തുകയും വലിയ തുകയും തമ്മിലുള്ള അംശബന്ധം. ഇവിടുത്തെ ചെറിയ തുക ആരാണ്? ആമിനയല്ലേ. വലുതാരാണ്? മേഴ്സി അല്ലേ. അപ്പം ചെറിയത് 105 റേഷ്യോയിൽ എഴുതാൻ പോവാ കേട്ടോ. 105:175. ഇനി ഇത് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ കുറേ ക്ലൂ പറഞ്ഞു തന്നു. ലാസ്റ്റിൽ 5 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാഫ് ചെയ്യാൻ പാടാണ് അല്ലേ. അപ്പം നമ്മൾ 5ൻ്റെ ടേബിൾ വെച്ച് അങ്ങ് ചെയ്താൽ മതി കേട്ടോ നിങ്ങളെ. ഇത് ക്ലൂ ഒക്കെ ഓർത്ത് വെച്ചേക്കണേ. ലാസ്റ്റിൽ 5 വന്നു കഴിഞ്ഞാൽ ഹാഫ് വെച്ച്, ഞാൻ മുമ്പ് പറഞ്ഞ് പകുതി നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവർ ചെയ്യാൻ പറഞ്ഞത്, ചിലപ്പോൾ അത് മാത്രം ആലോചിച്ചിരിക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾ ഓർത്തോണം, ലാസ്റ്റിൽ 5 വരുന്നതെങ്കിൽ ഹാഫ് ചെയ്യാൻ നിങ്ങൾക്ക് പാടാം. അപ്പോൾ പോയിൻ്റൊക്കെ വരും. നിങ്ങൾ എന്ത് ചെയ്യുക? 5 വെച്ച് ഡിവൈഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ 105നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 21 കിട്ടും. ഇവിടെ 175 175നെ 5 വെച്ച് ചെയ്തപ്പോൾ 35 കിട്ടി. ഇനി 21ഉം 35ഉം ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ? ഉണ്ടാവും നിങ്ങളെ? ഉണ്ട്. 7ൻ്റെ ടേബിളിൽ വരുന്നുണ്ട് കേട്ടോ. കാരണം 2ഉം 3ഉം ഒന്നും വരത്തില്ല അല്ലേ. 3ൻ്റെ ടേബിളിൽ 35 വരത്തില്ല. 4 ചെയ്ത് നോക്കുക, 5 നിങ്ങൾ ചെല്ലി നോക്കുക. അപ്പോൾ 7ൻ്റെ ടേബിളേ വരത്തുള്ളൂ. 3 7 21. എന്താ നിങ്ങളെ? 3 × 7 ആണ് 21. പിന്നെ 5 × 7 35. അപ്പം നമുക്ക് എത്ര കിട്ടി? 3:5. ഓക്കെ ആണോ? മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ആമിനയുടെ കൈവശമുള്ള തുക 105, മേഴ്സിയുടെ കൈവശമുള്ള തുക 175. ആമിന ഈസ്റ്റു മേഴ്സി 105:175, 21:35, 3:5. ഞാനിത് ഇവിടെ പറഞ്ഞതുകൊണ്ടാണ് ഇത് സ്പീഡിൽ പറഞ്ഞത്. കാരണം കാര്യം മനസ്സിലായല്ലോ കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് ഞാൻ ക്ലൂ പറഞ്ഞ് ഓർത്തോണം. നിങ്ങൾക്ക് വലിയ സംഖ്യകൾ തരികയാണെങ്കിൽ പകുതി വെച്ച് ചെയ്യുക. അപ്പോൾ ലാസ്റ്റിൽ 5 വരുന്നെങ്കിൽ നിങ്ങൾക്ക് പകുതി ചെയ്യാൻ നിങ്ങൾക്ക് പോയിൻ്റൊക്കെ വരത്തില്ലേ. അപ്പോൾ ഡൗട്ടാവും അല്ലേ. അതുകൊണ്ട് 5ൻ്റെ ടേബിൾ വെച്ച് ഡിവൈഡ് ചെയ്യാൻ അറിയാമോ എന്തോന്നാ? ഡിവൈഡ് ചെയ്യാൻ ഞാൻ ഒന്നാമത്തെ പാഠം മുതൽ ഡിവിഷനും മൾട്ടിപ്പിളും പഠിക്കണേന്ന് പറയുന്ന. അപ്പം അത് 7ൻ്റെ ടേബിളിൽ 3:5 എന്ന് വരും. ഓക്കെ ആണോ നിങ്ങൾ? ഒന്നാമത്തെ 3:5 എന്നാണ് ആൻസർ. ഏതാ? ആമിനയുടെയും മേഴ്സിയുടെയും ക്വസ്റ്റ്യൻ. അടുത്ത രണ്ടാമത്തെ നോക്കിയേ. 96 women and 144 men attended a meeting. Find the ratio of the number of women to the number of men. അതായത് മലയാളം എഴുതിച്ചിട്ട്, ഒരു സമ്മേളനത്തിൽ 96 സ്ത്രീകളും 144 പുരുഷന്മാരും പങ്കെടുത്തു. സ്ത്രീകളുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും തമ്മിലുള്ള അംശബന്ധം കണ്ടുപിടിക്കുക. മനസ്സിലായോ നിങ്ങളെ? ഒരു സമ്മേളനത്തിൽ മീറ്റിങ്ങിലെ 96 സ്ത്രീകളും ഉണ്ടായിരുന്നു, 144 പുരുഷന്മാരും ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും എന്ത് ചെയ്യുക? നമുക്ക് അംശബന്ധത്തിൽ എഴുതാം. അപ്പോൾ തന്നിരിക്കുന്ന, നമ്മളെപ്പോഴും പറഞ്ഞു വേർഡ് പ്രോബ്ലം തരുമ്പോൾ എന്താണ് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ എന്തെഴുതുക? ക്വസ്റ്റ്യനകത്തിലെ ഹിൻഡ് പറക്കി എഴുതുന്നത് അല്ലേ. ഇപ്പോൾ നമ്പർ ഓഫ് വുമൺ 96, നമ്പർ ഓഫ് മെൻ 144. അപ്പോൾ നമ്മളെങ്ങനെ എഴുതാം? വുമൺസ് റേസ് ടു മെൻ അല്ലേ. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള റേഷ്യോ ഇട്ട് എഴുതുക. എത്രയ്ക്കാണ്? 96 144. 96 144 ഒക്കെ ഏതിൻ്റെ ടേബിളിലാണ് വരുന്നതെന്ന് ഡൗട്ടാണ്. മുമ്പ് പറഞ്ഞു പകുതി. 96ൻ്റെ പകുതി 48, 144ൻ്റെ പകുതി 72, 48 72 അതിൻ്റെ പകുതി 48 24 72 36. ഇനി 24 36 പകുതി 12 18. 12ഉം 18ൻ്റെയും പകുതി 6. ഇല്ല, പകുതി വെച്ച് ചെയ്താൽ മതി. മുമ്പ് ഞാൻ പറഞ്ഞ 5 ലാസ്റ്റ് വരുവാണെങ്കിൽ കേട്ടോ. അപ്പം ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് തെറ്റുമെന്ന് പേടിക്കണ്ട കേട്ടോ. ഇനി പകുതി എന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യുമെന്ന് അറിയാമോ? പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇതുപോലെ നോക്കിയാൽ മതി. ഇനി അതും അറിയത്തില്ലെന്ന് പറയല്ലേ, 2ൻ്റെ ടേബിളും അറിയത്തില്ലെന്ന് പറയല്ലേ. ഇപ്പം 48ൻ്റെ പകുതി എത്രയാണെന്ന് എങ്ങനെയാണ്? 48 ഡിവൈഡ്, ഇവിടെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. 48 ഡിവൈഡ് 2 24 കേട്ടോ. അഥവാ സംശയമുള്ളതുകൊണ്ട് വലത്തുവശത്തെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം നോക്കിക്കേ, മലയാളം മീഡിയം ഒരു സമ്മേളനത്തിലെ സ്ത്രീകളുടെ എണ്ണം 96 പുരുഷന്മാരുടെ എണ്ണം 144. അപ്പോൾ അതിൻ്റെ പകുതി വരുമ്പോൾ 2:3. ഇത് കേട്ടോ 2:3 ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഓക്കെ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓഫ് 2 പെൻസിൽസ് ദ ഷോർട്ടർ ഈസ് 4.5 centimeter long and the longer 7.5 centimeter. What is the ratio of the length of the longer to the shorter?
എന്താ അതിൻ്റെ മലയാളം നോക്കി കഴിഞ്ഞാൽ രണ്ട് പെൻസിലുകളിൽ ചെറുതിൻ്റെ നീളം 4.5 സെൻറ്റിമീറ്ററും വലുതിൻ്റെ നീളം 7.5 സെൻറ്റിമീറ്ററും. അങ്ങനെയാണെങ്കിൽ വലുതിൻ്റെയും ചെറുതിൻ്റെയും നീളങ്ങൾ ഏത് അംശബന്ധത്തിലാണ്? മനസ്സിലായോ? രണ്ട് പെൻസിലുകളിൽ ചെറുതിൻ്റെ നീളവും തന്നിട്ടുണ്ട്, വലുതിൻ്റെ നീളം അപ്പോൾ തന്നിരിക്കുന്ന ഏതാ? ലെങ്ത് ഓഫ് ദ ഷോർട്ടറും ലെങ്ത് ഓഫ് ദ ലോങ്ങറും, വലുതും ചെറുതും അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഇങ്ങനെ തന്നെ സ്റ്റെപ്പ് എഴുതണേ. ലെങ്ത് ഓഫ് ദ ലോങ്ങറും ലെങ്ത് ഓഫ് ദ ഷോർട്ടറും. ഇതാ ലോങ്ങർ ഏതാ? 7.5. ഇത് തെറ്റല്ലേ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഏതിൻ്റെ ആണോ നമ്മൾ എഴുതുന്നത്, ഇപ്പോൾ ആദ്യം ലോങ്ങർ ആയിരുന്നെങ്കിൽ അതിൻ്റെ തന്നെ താപ്പോട്ട് എഴുതണം, ഷോർട്ടർ ആണെങ്കിൽ അത് തന്നെ താപ്പോട്ട് എഴുതണമെന്ന്. അത് തെറ്റിയാൽ പിന്നെ നമ്മൾ ഇത്രയും ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. അത് കറക്റ്റായിട്ട് എഴുതുക. അപ്പോൾ 7.5 4.5 എപ്പോഴും ഞാൻ പറഞ്ഞു പോയിന്റിൻ്റെ കണക്ക് നിങ്ങൾക്ക് എപ്പോൾ വന്നാലും കൂടുതൽ ആലോചിക്കേണ്ട, അതിൻ്റെ ഇരട്ടി വെച്ച് ചെയ്താൽ മതി. 7.5ൻ്റെ ഇരട്ടി എത്ര? അതായത് 7.5 7 15 15. 4.5 എന്ന് വെച്ചാൽ 4.5 4 9. ഈ 15ഉം 9ഉം ഏതിൻ്റെ ടേബിളിൽ വരും? 3ൻ്റെ ടേബിളിൽ വരും അല്ലേ? 5 × 3 15ഉം 3 × 3 9ഉമാണ്. അപ്പോൾ 5:3 കേട്ടോ ഞങ്ങളെ. ചെറുതിൻ്റെ നീളം 4.5ഉം വലുതിൻ്റെ നീളം 7.5ഉം ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? പോയിന്റിൻ്റെ ഏത് കണക്ക് ചെന്നാലും അല്ല തന്നാലും എന്താ ഞങ്ങളെ അതിനെ ഇരട്ടി വെച്ച് നിങ്ങൾ ചെയ്തോണം കേട്ടോ. അതിൻ്റെ ഇരട്ടി എത്രയാണോ തരുന്നത് അതിൻ്റെ ഇരട്ടി. അപ്പോൾ അതിൻ്റെ ആൻസറും കിട്ടിയല്ലോ. സംശയമുണ്ടോ? 5.3 ആണ് അല്ലേ? കണ്ടോ, ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അടുത്ത വെൻ എ റോപ്പ് വാസ് യൂസ്ഡ് ടു മെഷർ ദ സൈഡ് ഓഫ് ദ റെക്ടാങ്കിൾ ദ വിഡ്ത്ത് വാസ് 1/4 ഓഫ് ദ റോപ്പ് ആൻഡ് ദ ഹൈറ്റ് വാസ് 1/3 ഓഫ് ദ റോപ്പ്. വാട്ട് ഈസ് ദ ഹൈറ്റ് ടു ദ വിഡ്ത്ത്? ഒരു ചരട് കൊണ്ട് ഒരു ചതുരത്തിൻ്റെ വശങ്ങൾ അളന്നപ്പോൾ വീതി ചരടിൻ്റെ 1/4 ഭാഗവും നീളം ചരടിൻ്റെ 1/3 ഭാഗവും എന്ന് കണ്ടു. എന്നാൽ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം നിങ്ങളെ ഒരു ചരട് കൊണ്ട് ഒരു ചതുരത്തിൻ്റെ വശങ്ങൾ അളന്നപ്പോൾ വീതി എന്താ ചരടിൻ്റെ 1/4 ഭാഗവും നീളം 1/3 ഭാഗവുമാണ്. അപ്പോൾ അതായത് 1/4ഉം 1/3ഉമാണ് അല്ലേ? നീളവും വീതിയും വിഡ്ത്ത് 1/4ഉമാണ്, നീളം എന്താ 1/3ഉമാണ്. ഇനി ഹൈറ്റ് എന്നാണ് നമ്മുടെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഹൈറ്റ് ആയാലും വിഡ്ത്ത് ആയാലും കുഴപ്പമില്ല കേട്ടോ. രണ്ടും ക്വസ്റ്റ്യനിൽ എന്താ തന്നേക്കുന്നത് അതങ്ങ് എഴുതിയാൽ മതി. ഞാൻ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം കൂടെ വേണ്ട മിക്സ് ചെയ്ത് എഴുതുകൊണ്ട് ഞാൻ പിന്നെ ഹൈറ്റ് എന്താ ഇവിടെ എഴുതിയെന്നല്ല, ക്വസ്റ്റ്യനിൽ ഹൈറ്റാണ് തന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ നീളത്തിന് ലെങ്ത് എന്ന് എഴുതിയാലും മതി. ഇനി അതിന് കുഴപ്പമില്ല. വീതി 1/4ഉം നീളം 1/3ഉമാണ്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതും നോക്കിക്കേ. ഡിഫറൻറ്റ് നമ്മൾ മുമ്പ് ചെയ്ത കണക്കിൻ്റെ ഇപ്പം അറിയാം. നോക്കിക്കേ, 4ഉം 3ഉമാണ് ഇവിടുത്തെ ഡിനോമിനേറ്റർ വന്നത്. ക്വസ്റ്റ്യനിൽ കണ്ടോ, ഡിഫറൻ്റ് ഡിനോമിനേറ്റർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക, അല്ലെങ്കിൽ LCM കണ്ട് ചെയ്യുക. ഇവിടെ 4 × 3 എന്ന് പറഞ്ഞാൽ എത്ര? 12 12 ആണ്. ആ 12 വെച്ച് നമ്മൾ ആദ്യം ചെയ്തില്ലേ അതുപോലെ തന്നെ 1/4 × 12 1/3 × 12. 1/4 ഈ മേളിൽ കിടക്കുന്നതിനെ താഴെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് വെട്ടി ചെയ്യാൻ പറ്റും. അങ്ങനെ വെട്ടുമ്പോൾ നമുക്ക് 3:4 കിട്ടും. പിടി കിട്ടിയോ? ഇവിടെ എവിടെയെങ്കിലും ഡൗട്ട് വല്ലതും തോന്നുന്നുണ്ടോ നിങ്ങളെ? അതായത് ഇപ്പം നീളവും വീതിയുമാണ് നമ്മളോട് ചോദിച്ചത്. തിരിഞ്ഞു പോകല്ലേ, വീതിയും നീളവുമാണ്. നിങ്ങൾ ആ ഓർഡറിൽ തന്നെ എഴുതണം കേട്ടോ. അതായത് 1/4 × ഈ 12 വന്നതിന് സംശയമില്ലല്ലോ. കാരണം എന്താ, താഴെ കിടക്കുന്ന ഛേദം ഡിഫറൻ്റ് ആണെങ്കിൽ അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തിട്ട് ആ കിട്ടുന്നതിനെയാണ് നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത് കേട്ടോ. 1/4നെയും ചെയ്യുക, 1/3യും ചെയ്യുക. എപ്പോഴും മുകളിൽ കിടക്കുന്നതിനെ താഴെ കിടക്കുന്നതുകൊണ്ട് വെട്ടി ചെയ്യാം. അതുകൊണ്ട് നമുക്ക് 3:4 കിട്ടി. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 3.5 ഗ്ലാസ് ഓഫ് 1/2 glass of water would fill a large bottle and 1/2 glass of water could fill a smaller bottle. What is the ratio of the capacities of the larger bottle to the smaller bottle? എന്തുവാണ്? ഒരു വലിയ കുപ്പി നിറയ്ക്കാനേ 3.5 ഗ്ലാസ് വെള്ളവും ചെറിയ കുപ്പി നിറയ്ക്കാൻ 2.5 ഗ്ലാസ് വെള്ളവും വേണം. വലിയ കുപ്പിയുടെയും ചെറിയ കുപ്പിയുടെയും ഉള്ളളവുകൾ കപ്പാസിറ്റി തമ്മിലുള്ള അംശബന്ധം എന്താണ്? ഇംഗ്ലീഷിൻ്റെ ചോദ്യത്തിൻ്റെ മലയാളം അർത്ഥം കിട്ടിയോ കുഞ്ഞുങ്ങളെ? അപ്പം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് ഏതൊരു വേർഡ് പ്രോബ്ലം തന്നാലും അതിൻ്റെ തന്നിരിക്കുന്ന സ്റ്റെപ്പ് എഴുതുക. വാട്ടർ ദ ലാർജർ ബോട്ടിൽ വുഡ് ഫസ്റ്റ് ഫില്ല്. വലിയ കുപ്പിയിൽ കൊള്ളുന്നത് എത്ര? നമ്മുടെ ചോദ്യത്തിലുണ്ട് 3.5ആണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ കുപ്പിയിൽ കൊള്ളുന്നത് വാട്ടർ ദ സ്മാളർ ബോട്ടിൽ 2.5ആണ്. ഇത് രണ്ടും നമുക്ക് എന്താ
മിക്സഡ് ഫ്രാക്ഷനിലാണ് തന്നിരിക്കുന്നത് അല്ലേ. മിക്സഡ് ഫ്രാക്ഷനിൽ തന്നിരിക്കുന്നതിനെ നമ്മൾ എന്താക്കണം, പഠിച്ചിട്ടുണ്ട്, എന്താ ഇംപ്രോപ്പറിലോട്ട് മാറ്റുക. മിക്സഡ് ഫ്രാക്ഷനിൽ തന്നിരിക്കുന്നതിനെ ഇംപ്രോപ്പറിലോട്ട് മാറ്റുക. എങ്ങനെയാ, താഴെ കിടക്കുന്നതിനെ ഇൻഡ്യൂ ചെയ്തിട്ട് മേളിൽ കിടക്കുന്ന കൂട്ടണം, നടിങ്ങനെ. ഇത് ഓർത്തോണേ, ഇത് നമ്മൾ കുറേ പഠിച്ചതാണ്. മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കാൻ താഴെ കിടക്കുന്ന, അതായത് ഡിനോമിനേറ്ററിനെ ഇൻഡ്യൂ ചെയ്യണം. 3 × 2 + 1, 3 × 2 6 1 7/2. ഇതും അതുപോലെ എന്താ, 2 × 2 4 4 1 5 5/2. അപ്പോൾ എന്താ 7/2 5/2. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ മുകളിലത്തെ മാത്രം എഴുതിയാൽ മതി. 7:5. മിക്സഡ് ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ആക്കാൻ അറിയണേ നിങ്ങൾ കേട്ടോ. ഇത് നമ്മൾ കുറേ പഠിച്ചതാണ് കേട്ടോ. 7:5. കാരണം ഇതിനെ ഇനിയും നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ അത്രയും നമ്മൾ എന്താ ടെസ്റ്റിൽ ഏകദേശം എന്ത് ചെയ്യുന്നില്ല, ടെസ്റ്റ് പോയാ അതാ വലിയ കുപ്പി നിറയ്ക്കുക. ഓക്കെ, അത്രയും. ഇനി നമ്മൾ ചേരുവകളുടെ ബന്ധം എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത ലിങ്കിലിടാം. ഇത് ഇത്രയും ഓക്കെ ആണോ നിങ്ങളെ? മനസ്സിലായെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ മനസ്സിലായെന്ന് പറയണേ, എന്നിട്ടേ ഞാൻ ബാക്കി ഇടത്തുള്ളൂ കേട്ടോ. നിങ്ങളുടെ ആ കമൻറ്റ് കണ്ടതിന് ശേഷമാണ് ഞാൻ ബാക്കി ഇടുന്നത്. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ മാത്രം ഞാൻ ഇട്ടാൽ മതിയല്ലോ, മനസ്സിലായില്ലെങ്കിൽ വെറുതെ ഇടണ്ടല്ലോ കേട്ടോ നിങ്ങളെ. കേൾക്കുന്നുണ്ടോ? അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് കുറേ പേരുണ്ട് കേട്ടോ, ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ പോരട്ടെ. ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചോ? ഓക്കെ, താങ്ക് യു.